ഹനാൻ ബിഗ് ബോസിൽ കയറിയത് ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടാണോ? എടേ നിങ്ങൾ പോയി കിടക്കാണ്ട് നിങ്ങളിങ്ങനെ ബേജാറാവേണ്ട കാര്യമുണ്ട്. ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇവരുടെയൊക്കെ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനെതിരെ ഇതുപോലുള്ള കിടപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ട ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നതാണ് ഇവർ പോലെയുള്ളവർ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട്. അബദ്ധത്തിൽ എന്നല്ല, അറിഞ്ഞുകൊണ്ടും അറിയാണ്ടും ചിലപ്പോൾ കിടന്ന് പോയിട്ടുണ്ടാകാം എന്നല്ലേ ചിന്തിക്കോളൂ. അല്ലാത്തവരാണ് എന്ത് ചെയ്യും? എന്തോരം ഈ സീസൺ വരെ ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നവർ എന്തോരം പേരുണ്ട്. സ്ത്രീകൾ തന്നെ, അവർക്കറിയാം. അറിയാവുന്നവരും മിണ്ടില്ല. കാരണം എന്താ? ആരും സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കാൻ നോക്കൂലല്ലോ അല്ലേ? ഇതാളാരാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവർ ബിഗ് ബോസിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് മത്സരാർത്ഥി ആണെന്ന് പറയുന്നു. എനിക്ക് ആളെ മനസ്സിലായില്ല. ഹനാൻ ഷോ. അപ്പം ഞാൻ നേരെ യൂട്യൂബ് എടുത്തിട്ടുണ്ടല്ലോ, സെർച്ച് ചെയ്ത് ഈ ഹനാൻ ആരാണ്, എന്താണ്, ഇങ്ങനെ കിടന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പവർ വേണം, അല്ലെങ്കിൽ നാലാൾ അറിയുന്ന ഒരു സെറ്റപ്പ് വേണം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ ഈ വ്യക്തിക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്തപ്പോൾ എല്ലാവരും അളിയാ കാണുന്നത് ഈ ഒരു സാധനം. തന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം തിരികെ നൽകാൻ തയ്യാറാണ്. കൊച്ചി തമ്മനം ജംഗ്ഷനിൽ നടത്തി വന്നിരുന്ന മത്സ്യ കച്ചവടം അവസാനിപ്പിക്കുകയാണെന്നും ഹെനൻ പറഞ്ഞു. കോളേജ് യൂണിഫോമിൽ മീൻ വിറ്റ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വ്യക്തി എന്തോ പഠിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ മീൻ വിറ്റ് എന്താ പറയാ, സ്വന്തം ജോലി എടുത്ത് പഠിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ അത് ഭയങ്കര ന്യൂസായി, ചർച്ചയായി. അതുപോലെ മുഖ്യമന്ത്രി വിളിച്ചു വരെ ഇവരെ പ്രശംസിച്ചു. അതുപോലെ പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് വൈറലായ ഒരു സമയമായിരുന്നു ആ സമയം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ന്യൂസുകളുണ്ട് കേട്ടോ. ഒരു 5 വർഷം ഈ വ്യക്തിയുടെ ന്യൂസ് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് കണക്കിന് ന്യൂസ് ഉണ്ടായി. ഇന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്താനും, അതായത് നമുക്ക് അറിയാവുന്നതാണ് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി പണ്ടേ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാര്യമാണ്. പുള്ളി നിഷ്പക്ഷമായിട്ടും പറയും, അല്ലാതെയും പറയാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. എന്നാൽ ഈ ഒരു വ്യക്തി വന്നിട്ട് എന്തർത്ഥത്തിലാണ് ഇന്ന് പറയുന്ന കേൾക്കുമ്പോഴില്ല ചിരി വരുന്നുണ്ട് എനിക്ക്. ഇവരെന്തിനാ പേടിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യമാണ്, ഇവരെന്തിനാ പേടിക്കുന്നത്? ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്തിനാ പേടിക്കുന്നത്? ഇവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീയാണോ കിടന്നു കൊടുത്തേ, അല്ലെങ്കിൽ നീയാണോ ഇരുന്ന് കൊടുത്തേ എന്ന് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നത് പറയുന്നുണ്ട്. അല്ല, ഇവർ പേടിക്കേണ്ടതിന് കാര്യം ഈ പറഞ്ഞ പോലെ 2-3 സ്ത്രീകൾ വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂക്ക് അല്ലെങ്കിൽ ഓഡീഷന് പോയപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ മോശമായത് ഞങ്ങൾക്ക് നേരെ വന്നു, ഞങ്ങളത് നേരിടേണ്ടി വന്നു, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഇതുവരെയായിട്ടും ഈ പറഞ്ഞവരാരും ഈ അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒഴികെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെയായിട്ടും ഈ പറഞ്ഞ വ്യക്തികൾ ആരും ഇങ്ങനെ 2 സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂടെ കേസ് പറഞ്ഞിട്ട് പോലും ഇതുവരെയായിട്ടും അതിനെതിരെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വീഡിയോയോ അവരങ്ങനെ പറഞ്ഞത് ഇതാണ് അഖിൽമാരാർ പറഞ്ഞത് കൊണ്ട് ഇവർക്ക് അതറിയണം. പക്ഷെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പേരില്ലാത്ത 2 ഉദ്യോഗസ്ഥരെയും കൊണ്ടുവന്നിട്ട് താൻ എന്തോ മലമറിക്കാണ്. അല്ല അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹനാന് ഇങ്ങനെ 2 ഉദ്യോഗസ്ഥരെ അറിയാമോ? കാരണം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാണല്ലോ. ഇയാൾ ഉദ്യോഗസ്ഥരെന്നല്ലേ പറയുന്നുള്ളൂ, അവിടെ എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ ഷോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഷോയ്ക്ക് സെലക്ഷൻ പ്രോസസ്സ് തന്നെ 6 മാസം എടുക്കും. ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഇടയിൽ നമ്മൾ എത്രയോ പേരെ ഏഷ്യത്തിന് വിളിച്ചിട്ടുണ്ടാവും, നമ്മൾ എത്ര തവണ അവിടെ പോയിട്ടുണ്ടാവും. ഇതിൽ ഏത് ഉദ്യോഗസ്ഥരാണെന്നുള്ള പേര് പറഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പേര് പറയാന്ന് വെച്ചാൽ ഇന്ന ആളിങ്ങനെ പെരുമാറുന്ന ആളാണോ എന്ന് നമുക്കൊരു അസംഷൻ പറയാനായിട്ട് പറ്റും. ഇതെങ്ങനെ ഒരു കാര്യം പറയാത്ത അടുത്തോളം ഇയാളുടെ ലക്ഷ്യം എന്താണ്? ഇയാൾക്ക് സാധാരണ പോലെ തന്നെ വിവാദം ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ സ്ത്രീകളെ പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ തരം താഴ്ന്നുകൊണ്ട് അഖിൽമാരാർ പ്രവർത്തിച്ചത് വളരെ മോശമായി പോയി. ഈ ബിഗ് ബോസ് കണ്ടിട്ട് ഈ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിന്റെ ഒരു ക്ലിപ്പ് നമുക്കറിയാവുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബിഗ് ബോസ് ഇരുന്ന് കാണണമെന്നില്ല. അതിൻ്റെ പല ക്ലിപ്പുകളും പല വിഷ്വലും അല്ലെങ്കിൽ പല ക്ലിപ്പുകൾ നമ്മൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ ഷോർട്ടായിട്ട് വരൂലേ ഈ റീൽസും അല്ലെങ്കിൽ അതുപോലെ. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ
പിന്നെ ഒരിടയ്ക്ക് എന്തോ ട്രെയിനിൽ എന്തൊരു വിവാദത്തിന്റെ ഒരു ഇഷ്യൂല് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയാൻ പാടില്ല. അഖിൽമാരാർ പറഞ്ഞത് ഇനിയുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ മുന്നോട്ട് ഇതുപോലെ ബിഗ് ബോസിൽ പോകാനോ അല്ലെങ്കിൽ സ്ത്രീകളോ അല്ലെങ്കിൽ അവരോ ഇതാണെങ്കിൽ നേരിട്ടവർക്ക് മുന്നിലേക്ക് വന്ന് പറയാനുള്ള ഒരു അവസരം കൂടി കൊടുത്തു. അതുപോലെ അത് പെട്ടവർ വന്ന് മുമ്പിൽ വന്ന് പറഞ്ഞു. എന്നിട്ടും കുറേ സ്ത്രീകൾ എന്നൊക്കെ പറയണം, ഇവർ സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് പേഴ്സണലി അദ്ദേഹമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അഖിൽമാരാർ വൈറലാവാനും അഖിൽമാരാർ ഈ പറഞ്ഞ പോലെ കുറച്ച് റീച്ചൊക്കെ കുറഞ്ഞിരിക്കല്ലേ, അടുത്ത സീസൺ ആയല്ലോ, അതുകൊണ്ട് അങ്ങേർക്ക് ഇനി വൈറലാവാനും വൈറ്റിലാവാനും അല്ലെങ്കിൽ അതിനും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നെ അത് കാണാൻ ആൾക്കാരുണ്ട്. ഈ വന്ന് പറഞ്ഞവരെ കാണാനും ആളില്ല, ഈ വരുന്നവരെ വിമർശിക്കുന്നവരെ അറിയുകയും കൂടി ഇല്ല. ഇപ്പോൾ ആ സീസൺ കഴിഞ്ഞ പിന്നെ അവരൊന്ന് തെളിയാൻ വേണ്ടി വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അല്ലാതെ ഈ വന്നിട്ട് ഈ കൊച്ചു ഇത് ഏതാണ് എന്തുട്ടിക്കിടുന്ന കാരണം പണ്ട് എന്തോ ആനപ്പുറത്ത് നിന്ന് തഴമ്പുണ്ട് ആൾക്കാരൊക്കെ കൂടെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വന്ന് ഈ മൊഴിയണതുണ്ടല്ലോ, അതാണ് ഇവർ ചെയ്ത് ഏറ്റവും വലിയ തെറ്റ്. ആ ബിഗ് ബോസിനകത്തുള്ള ഏഷ്യാനെറ്റിൽ ഒരുപാട് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് രണ്ട് പേരുടെ പേര് അല്ലെങ്കിൽ വ്യക്തമായിട്ട് അതിൽ പോയവർക്ക് മനസ്സിലാവും ഭാഗത്തിന് തന്നെ അദ്ദേഹം പറയാം ഇവരായിട്ട് എന്തെങ്കിലും. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തുള്ളവർ ചിന്തിക്കണം എന്തായിരിക്കും എന്നറിയാം, ഇവരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവർ വന്ന് ഇതിനെതിരെ പറയേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ ഇല്ല, ഓക്കെ ശരി. പിന്നെ ഇവരുടെയൊക്കെ വീഡിയോസിന് പോയി കമന്റ് ഇട്ട് നീ പോയോടോ എന്ന് പറയുമ്പോൾ കണ്ടോ ഞാൻ പോയിട്ടില്ല, നിനക്ക് തെളിയിക്കാൻ പറ്റി തെളിയിച്ചോ എന്ന് പറയാം. അല്ലാണ്ട് അഖിൽമാരാർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നും പറഞ്ഞുകൊണ്ട് ഈ വിമർശിക്കുന്നുണ്ടല്ല. ഈ രണ്ട് സ്ത്രീകളിനെ വിമർശിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഗുഡ് എന്ന് പറയാം. കാരണം ഈ വന്ന് 2 സ്ത്രീകളുണ്ടല്ലോ, ഞങ്ങളത് ഷോയിലുണ്ടായിരുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു ഇത് വരുമ്പോൾ ഞങ്ങൾക്കും ഇതിൻ്റെ വിഷയമുണ്ട്, ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ അവരോട് പറയുക. അവരോട് പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറയാം. അഖിൽമാരാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റീച്ച് ഇതിൽ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പറയാൻ വേണ്ടി ഇവർ എന്തുകൊണ്ട് ഈ സ്ത്രീകളുടെ അടുത്ത് പറയാൻ പറഞ്ഞ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്ത് അവരെ ഉന്നയിച്ചുകൊണ്ട് പറയുന്നില്ല. അപ്പോഴും അഖിൽമാരാരെ പിടിച്ചാലാണ് ഇവരുടെ കാര്യം നടക്കുകയുള്ളൂ. അഖിൽമാരാർ റീച്ചിന് വേണ്ടിയാണ്, അതായത് അടുപ്പിൽ ഊതണവൻ്റെ ആസനത്തിൽ ഊതുക എന്ന് പറയുക. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താണിത്, എങ്ങനെയാണ് ഈ മുന്നോട്ട് പോകുന്നത് എന്നൊന്നും. എന്താണെങ്കിലും ഇല്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഇതിനെപ്പറ്റി ബേജാറാവേണ്ട. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറായിരിക്കും. കാരണം ഇതെന്താണെങ്കിലും തെളിയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാക്സിമം വീഡിയോസ് ഇട്ട് വച്ചു, നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും.